ചേച്ചിമാര് ഫാമിലി ആയിട്ട് പ്ലാവ് മേടിക്കാൻ വേണ്ടി വന്ന ചേട്ടാ. ചേച്ചി സ്ഥലം എവിടാ? കുളത്തൂപ്പുഴ അല്ലേ? കുളത്തൂപ്പുഴ. ചേച്ചിയുടെ കുളത്തൂപ്പുഴ. പ്ലാവ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ചക്കയുള്ള പ്ലാവ് വേണോ തന്നെ നിർബന്ധമായിരുന്നല്ലേ? ഏത് വണ്ടിക്കകത്തോട്ട് കയറ്റി വെച്ച് തരട്ടെ? ഓക്കെ, പിടിച്ചോ, ചോദിക്കട്ടെ. അന്നേരം എവിടെ സ്ഥലം? നമ്മളെ പേജോ ചാനലോ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. വല്ല അടുത്തോട്ട് വെച്ച് കാണുന്നുണ്ടോ? പ്രയോജനം ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് വിട്ടാത്ത പറഞ്ഞോ. ഇല്ല, ഇത് ഇപ്പം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് വന്നതാ. കുളത്തൂപ്പുഴന്ന് വന്നതല്ലേ? അന്നേരം ചേട്ടനുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ടെക്സ്റ്റൈൽസ് ഷോപ്പുണ്ടോ? എവിടെ? എന്ത് പേരെന്തുവാ? പേൾ ഫാഷൻ. അന്നേരം താണ്ടെ ഒരു പേള് ഞങ്ങൾ ഇവിടുന്ന് തന്നു വിടുന്നുണ്ട്. അത് നല്ല വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കുക. ഓക്കെ, അന്നേരം ഞങ്ങൾക്ക് അവിടെ വരുമ്പോഴത്തേക്ക് ഡിസ്കൗണ്ട് ഒക്കെ തരുമോ? ഞങ്ങളെ ഫോളോവേഴ്സ് ഏതാണ്ട് 2.5 ലക്ഷം 3 ലക്ഷത്തിന് മേളിലുണ്ട് ഇപ്പോൾ ആളുകൾ. ഡിസ്കൗണ്ട് ഒക്കെ തരുമോ? അന്നേരം ചേച്ചി എന്ത് ചെയ്യുന്നത്? കല്യാൺ ഗാർമെന്റ്സ് കുളത്തൂപ്പുഴ. ഇവര് ഭയങ്കര പിടിച്ചേ പറ. പറഞ്ഞോ. കല്യാൺ ഗാർമെന്റ്സ് കുളത്തൂപ്പുഴ. അന്നേരം സെയിലൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളിയാ. അതിന് ഇപ്പൊ പ്ലാവ് മേടിക്കാൻ വേണ്ടി വന്നതാ. പ്ലാവ് കൊണ്ടുപോയി വെക്കണം തീർച്ചയായിട്ടും. ഓക്കെ, അതിന് നമ്മളെ ഫോളോവേഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് കൊടുക്കണം. കാര്യം ഇവിടെയുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് നമ്മളിവിടെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അതിന് അവർക്കെല്ലാം ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കൂ? തീർച്ചയായിട്ടും. അതിന് നമ്മളെ ഷോപ്പിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞേരെ. കല്യാൺ ഗാർമെന്റ്സ്. സംശയം വേണ്ട. അമ്പലക്കടവ്. ഓക്കെ, വന്നതിൽ സന്തോഷം. ഇനിയും വരണം. ഓക്കെ, അവർക്കൊരു വലിയ പ്ലാവേ നമുക്ക് താണ്ടി ഇത് അവിടെ കൊണ്ട് നമ്മളെ വണ്ടിക്കകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. അന്നേരം കൂടിങ്ങി പോയോ. ചേച്ചി ആണ്ടെ നേരെ കൊണ്ടുപോകുന്നു, വണ്ടിക്കകത്ത് വെച്ച് തരുന്നു. സേഫായിട്ട് കൊണ്ടുപോയി വളർത്തണം കേട്ടാ. ഓക്കെ, അന്നേരം കൂടിങ്ങി ഹാപ്പിനോറ ഫെസ്റ്റിലാണ് നമ്മളെ വലിയ ചക്കയുള്ള പ്ലാവ്. താണ്ടെ അടിപൊളി ചക്കയുള്ള ഒരു 7.5 അടി പൊക്കത്തിലുള്ള പ്ലാവ് താണ്ടെ വണ്ടിക്കകത്തോണ്ട് ചെന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്ന കൂടെ പരസ്യം. എങ്ങോട്ടാ കൊണ്ടുവരുന്നത് കേട്ടോ? ഏതാണ് വണ്ടി? ഇരുത്താ നമുക്ക് എടുത്താ. താണ്ടെ ചക്ക പോയിട്ടില്ല, ചക്ക ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? എന്നാലും താണ്ടെ സേഫായിട്ട് കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം സമയം പോലെ വന്നാൽ മതി അല്ലേ? ഹാപ്പിനോറ ഫെസ്റ്റിലാണ്. താണ്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാം, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. താണ്ടെ നമുക്ക് അടുത്തൊരു ഫോളോവർ വന്നിട്ടുണ്ട്. എവിടെ ചേച്ചി? സ്ഥലം എവിടാ? പുനലൂര് വന്നതാണേ. എന്ത് പേരെന്ത് വരുന്നത്? മീനു എന്നല്ലേ? വീട്ടില് നമ്മളെ ചാനലോ പേജോ ഒക്കെ കാണുന്നതുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ? എന്തെങ്കിലും ഭയങ്കര ഇൻസ്പിറേഷനാ. ആണോ? സന്തോഷമല്ലേ? അതേപോലെ തന്നെ രാവിലെ ചെടിയൊക്കെ എടുത്ത് വളമൊക്കെ കൊടുത്ത് പരിപാലിച്ച് എന്തൊക്കെയുണ്ട് വീട്ടിൽ? എന്തൊക്കെയുണ്ട്? പറഞ്ഞു. പോലെ ചെടികളുണ്ട്. എനിക്ക് ഒരുപാട് പേരൊന്നും പറയാൻ അറിയത്തില്ല. അടിനിയുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ കാസ്കറ്റ് ഉണ്ട്, ഒരുപാട് കണ്ണാടി ചെടിയുടെ വെറൈറ്റീസ് ഉണ്ട്. ഒരുപാട് കണ്ണാടി ചെടി അടിപൊളി പിന്നെ ഇലച്ചെടികൾ ഒരുപാടുണ്ട്. ആമ്പല് 2 വെറൈറ്റി ഉണ്ട്, ചെമ്പരത്തി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുപാടുണ്ട്. വീട്ടുകാരൊക്കെ പക്ക സപ്പോർട്ടാന്ന് പറയുന്നത് കേട്ടാ അല്ലേ? വീട്ടുകാരൊക്കെ പക്ക സപ്പോർട്ടാണ്. പച്ചക്കറികളൊക്കെ ഉണ്ടോ? പച്ചക്കറി ഉണ്ട്, അത് സച്ചേട്ടൻ്റെ കേട്ടോ. ഒതുങ്ങിക്കല്ലേ. എന്താ മോളെ പേരെന്തുവാ? പീലിയാ മോളെ പേര്? ആണോ പീലി? അയ്യോടാ പാവം. ചേച്ചി പേര്? വീട്ടിൽ വിളിക്കാം. ഒഫീഷ്യൽ നെയിം ഈമാ സച്ചു. അടിപൊളി. അന്നേരം നമുക്കൊരു പീലി ഉണ്ട് കേട്ടോ, ഞങ്ങളെ കൊല്ലത്തുണ്ട്. ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഒരു ദിവസം ഇവിടെ. മോള് അത് അവളെ പേര് പീലി എന്നാ. ഓക്കെ, അന്നേരം വന്നതിൽ സന്തോഷം. സന്തോഷം, കണ്ടതിൽ ഒരുപാട് സന്തോഷം. കുറെ ചെടികൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെയാ മേടിച്ചേക്കുന്നത് പറയാം? അടീലി മേടിച്ചിട്ടുണ്ട്, അടീനിയം മേടിച്ചിട്ടുണ്ട്. അല്ല അടീനിയല്ല വാങ്ങിച്ചേക്കുന്നത്. പിന്നെ പ്ലാവ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൺഡേ മണ്ടയുടെ വെരിഗേറ്റഡ് വാങ്ങിച്ചിട്ടുണ്ട്. മേടിച്ചിട്ടുണ്ട്. ഡാലിയ മേടിച്ചിട്ടുണ്ട്. കുരുമുളക് മേടിച്ചിട്ടുണ്ട്. ഒരുപാട് സാധനം മേടിച്ചിട്ടുണ്ട് അല്ലേ? അന്നേരം വന്നു, കണ്ടു, കീഴടക്കി. ഓക്കെ, അന്നേരം സമയം പോലെ വരിക. ഇനിയും ഒരു ദിവസം 10 ദിവസത്തിന് മേളിലൂടെ ഉണ്ട്. ഹാപ്പിനോറ ഫെസ്റ്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഓക്കെ, അന്നേരം കണ്ടത് സന്തോഷം. ചേട്ടന്റെ പേര് പറഞ്ഞില്ല? സച്ചു എന്നല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. അമ്മയുടെ പേര്? മിനി. ഓക്കെ ചേച്ചി, ശരി, കാണാം. നമ്മളെ ഒരു ഫോളോവർ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതായത്
താണ്ടെ നമ്മളെ ചേട്ടനാണ് നമ്മളെ ഫോളോവറാണ്. ഇവിടെ വന്നതാണ്. അഞ്ചൽ എവിടെയാണ് സ്ഥലം? എവിടെയാണ്? പുത്തയം എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലേ? അന്നേരം ചേട്ടാ നമ്മളെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അന്നെ ബഡ് ചെയ്ത് പിടിക്കത്തില്ല, അതേപോലെ ഗ്രാഫ്റ്റ് ചെയ്താൽ പിടിക്കത്തില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. വിമർശനം പറയുന്നവർക്ക് അതൊരു ഹരവാ. പക്ഷെ അണ്ണനെ ഇവിടെ വന്ന് എന്നെ ഇപ്പൊ കാണിച്ചു തന്നെ ചേട്ടാ. അണ്ണ ഒന്ന് തിരിച്ചൊന്ന് കാണിച്ചു തരണം, ഫോൺ ഒന്ന് കാണിച്ചു കൊടുത്തു. അണ്ണ പ്രയോജനപ്പെടുന്നത് പറയണ. ഏത് വെറൈറ്റി ആണ്? ഞാവലേട്ടാ. പിന്നെ ഉണ്ട്, പിന്നെ പ്ലാവ് വട്ട് ചെയ്ത് പിടിപ്പിച്ച്, പ്ലാവ് പിടിപ്പിച്ചത്, പിന്നെ റോസ് ഉണ്ട്. റോസ് എടുത്തു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമില്ല, ചുമ്മാ കണ്ട് നാവൽ വട്ട് ചെയ്തതാണ്. പിന്നെ ഒരു ചെമ്പരത്തി ബഡ് ചെയ്ത് പിടിപ്പിച്ചത് നിങ്ങൾ കാണണം. താണല്ലേ ചേട്ടൻ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് അത് റിസൾട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കണമെന്ന് റോസ് ബഡ് ചെയ്ത് പിടിപ്പിച്ചാണ്. ബഡ് ചെയ്ത് പിടിപ്പിച്ച റോസ് ആണ്. അന്നേരം അന്നേരം പ്രയോജനപ്പെടുന്നുണ്ടല്ലോ. വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ട്. ഇതും ബഡ് ചെയ്ത് പിടിപ്പിച്ചാണ്. കണ്ടല്ലേ? ഇതൊന്ന് ഇത് എന്റെ കൂട്ടുകാരും എല്ലാം കാണിച്ചത്, എല്ലാരും കാണിച്ചത്. അതാണ് പലരും 100 രൂപ 500 രൂപ 1000 രൂപയൊക്കെ കൊടുത്തിട്ട് ഫോളോവേഴ്സിനെ കയറ്റും. ഞാൻ മേടിച്ചിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി ചെയ്യുന്നത്. അതാണ് ചെടിയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു കൂട്ടമാണ്. വീഡിയോ കാണുന്ന നമ്മൾ ബഡ് ചെയ്യുന്നയോ ഗ്രാഫ്റ്റ് ചെയ്യുന്നയോ അല്ലെങ്കിൽ ലെയർ ചെയ്യുന്നയോ ഒക്കെ കണ്ടിട്ട് ചേട്ടൻ ചെയ്ത് ചേട്ടൻ സക്സസ് ആയി അല്ലേ? സ്ഥലം എവിടാന്ന് പറഞ്ഞു കൊടുത്തേ. സ്ഥലം അഞ്ചൽ പുത്തയം. ഇതങ്ങനെ ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതാണ്. കൊല്ലം ജില്ല. അറിഞ്ഞോണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് വന്നതല്ലേ നമ്മൾ കാണാൻ വന്നതാ. അതെ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഹാപ്പിനോറ ഫെസ്റ്റില് നമ്മളെ കാണാൻ വേണ്ടി വന്നതാ. പരിപാടി കാണാൻ വന്നതാ. അന്നേരം പരിപാടിയും കാണാൻ വന്നതാ. അന്നേരം സന്തോഷമല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷമായി. കാര്യം ഇതേപോലൊക്കെ വന്ന് പറയണം. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മളെ ക്യാമറയുടെ മുമ്പിൽ പറയാൻ ഞാൻ ഒരെണ്ണത്തിൽ തന്നെ ഒരു 3-4 വെറൈറ്റി ചെമ്പരത്തി വട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെടിയിൽ വീട്ടിലുണ്ട്. അതെ, അത് നമ്മളെ നാടൻ ചെമ്പരത്തി നമ്മുടെ യൂട്യൂബ് പേജിന് ചാനലിനകത്ത് ഇത് വർഷം ഒരു 3 കൊല്ലം മുമ്പ് ഇട്ടപ്പോ ഒരുപാട് കമന്റ്, ഒരുപാട് വിമർശനം. കമന്റ് അത് തന്നെയാണ്. ഞാൻ നോക്കത്തിലാണ്. ഞാൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ പോലും ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അത് കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കമന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാനായിട്ട് തോന്നത്തില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നാലും ആണ് അതുകൊണ്ട് ചെയ്യുന്നത്. പക്ഷെ നെഗറ്റീവ് പറയുന്നവരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ. അതേപോലെ തന്നെ നിങ്ങളും ചാനലോ പേജോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ചെയ്യണം. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് പിടിപ്പിച്ച റോഡ് ഷോ ഉണ്ടാക്കി ഇതിൽ കൂടുതൽ തെളിവ് വല്ലതും തരണോ? അല്ലേണ? ഓക്കെ. അണ്ണന്റെ പേരെന്ന് പറഞ്ഞേ? അഞ്ചൽ, കൊല്ലം ജില്ലയില് പുനലൂരിനടുത്ത്. ഇപ്പം വന്നേക്കുന്ന ചുടുകട്ട ജംഗ്ഷൻ കേട്ടോ. ഒരാൾ പറഞ്ഞോ ചുടുകട്ട മുക്കെന്ന് പറയല്ലേ, ചുടുകട്ട ജംഗ്ഷൻ. ചുടുകട്ട ജംഗ്ഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഹാപ്പിനോറ ഫെസ്റ്റിൽ വന്നപ്പോ കണ്ടാണ്. അന്നേരം മൊത്തം കറങ്ങി കണ്ടിട്ട് വാ. ഓക്കെ. ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ചില്ലറയൊന്നും അല്ല. അതുപോലെ തന്നെ ഒരുപാട് അമ്യൂസ്മെന്റ് പാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം. സന്തോഷം. വന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ.